സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി അടുത്ത വീഡിയോയിൽ ഞാൻ തരുന്നതായിരിക്കും. ഓൾറൈറ്റ്, നമുക്കപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ US മാർക്കറ്റ് ഗ്രീനിലാണ്, യൂറോപ്യൻ മാർക്കറ്റും ക്ലിയർലി ഗ്രീനാണ്. ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ബെയറിഷ് അല്ലെങ്കിൽ സൈഡ് വേസ് ആണെങ്കിലും ഇപ്പോൾ ഇൻട്രാഡേയിൽ ഇന്നലെയും ഇന്നുമായിട്ട് മാർക്കറ്റ് ബുള്ളിഷാണ് അല്ലെങ്കിൽ ഗ്രീനിലാണ്. ഇനി ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ 19,788 ട്രേഡിംഗ് നടക്കുന്നത്. 46 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ഇൻഡെക്സുകളെല്ലാം തന്നെ ഗ്രീനിലാണ്. ആകെ ഉള്ളത് SCT കമ്പോസിറ്റ് ഒരു 5 പോയിന്റ് റെഡിലാണ് എന്നത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ്. ഓവറോൾ എന്താ പറയുക, ഇൻട്രാഡേയിൽ എല്ലാ ഇൻഡെക്സുകളും എല്ലാ മാർക്കറ്റുകളും ബുള്ളിഷാണ്. പക്ഷേ ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റാണ് ലോകത്തൊട്ടാകെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $85.02 ഇന്നുള്ള പ്രൈസ്. അത് ഒരു പൊടിക്ക് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ $1869.55 ഉണ്ടായിരുന്ന $1879.8 വർദ്ധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഒരു ജമ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ 83 രൂപ 19 പൈസ ഒരു ഡോളറിന് ഉണ്ടായിരുന്നത് വർദ്ധിച്ച് 83 രൂപ 24 പൈസയായി മാറിയിട്ടുണ്ട്. എന്തായാലും ഇന്ത്യൻ രൂപയുടെ മൂല്യം സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലുള്ള ഓയിലിൻ്റെ ക്രൈസിസ് തന്നെയാണ്, അല്ലെങ്കിൽ ഓയിൽ പ്രൈസിൽ വരുന്ന ക്രൂഡ് ഓയിലിൽ വരുന്ന ഫ്ലക്ച്വേഷൻ തന്നെയാണ് ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഈ രീതിയിലുള്ള ഒരു വലിയ മാറ്റത്തിന് കാരണമാകുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 11 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് തന്നത്. ഇൻട്രാഡേയിൽ ടോട്ടലായിട്ട് 71 പോയിന്റിൻ്റെ അഥവാ 0.36% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,822 നിന്ന് 29 പോയിന്റ് നഷ്ടത്തിൽ 19,794 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്നും 17 പോയിന്റ് താഴെയായിട്ട്. BSE സെൻസെക്സ് ഇന്ന് 92 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 238 പോയിന്റിന് അഥവാ 0.36% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 564 നിന്ന് 156 പോയിന്റ് നഷ്ടത്തിൽ 66,408 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ ബിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 3.37% കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 10.62 ഇനി മേജർ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 55 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 163 പോയിന്റിൻ്റെ അഥവാ 0.37% മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 45,571 നിന്ന് 28 പോയിന്റ് ലാഭത്തിൽ 44,599 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് 9 പോയിന്റിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ഇൻട്രാഡേയിൽ 69 പോയിന്റ് 0.34% ഇൻട്രാഡേ മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,938 നിന്നും 7 പോയിന്റ് ലാഭത്തിൽ 19,945 മാർക്കറ്റിൽ നിന്ന് അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇൻട്രാഡേയിൽ തീരെ മൂവ്മെൻറ്റ് കുറയുന്ന ഒരവസ്ഥയാണുള്ളത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. ഇന്ന് മിക്ക ട്രേഡേഴ്സ്, ഓപ്ഷൻ ബയേഴ്സ് എല്ലാം തന്നെ ഇന്ന് ലോസ് ആണ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 8,601 കോടിയുടെ ബൈങ്ങും 10,463 കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയത്. അതുവഴി മൊത്തത്തിൽ 1,862 കോടി രൂപയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,706 കോടിയുടെ ബൈങ്ങും 7,774 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,532 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 330 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഈ കഴിഞ്ഞ കുറേ നാളായിട്ട്, ഒരു മാസത്തിലധികമായിട്ട് സെല്ല് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്ത രീതിയിൽ. പക്ഷേ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും കഴിഞ്ഞ 4 ദിവസം നെറ്റ് ബൈങ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് നെറ്റ് സെല്ലിംഗ് ആയി മാറിയിട്ടുണ്ട്. കാരണം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന് സെല്ലിംഗ് പ്രഷറിനെ താങ്ങാൻ പറ്റാവുന്നതിലും കൂടുതലായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തായാലും ഈ മാസം നോക്കുകയാണെങ്കിൽ 12,700 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തിയത്. അതേസമയത്ത് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,623 കോടിയുടെ ബൈങ്ങും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പോരാ. എന്തായാലും 1,076 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും ഈ ഒക്ടോബർ മാസത്തിൽ പുറത്തേക്ക് പോയിട്ടാണ് നമുക്ക് ഇത് ഇന്ത്യക്ക് പുറത്തേക്ക് പോയി എന്നല്ല, നിക്ഷേപം പിൻവലിക്കപ്പെട്ടതായിട്ടാണ് കാണുന്നത്. എന്തായാലും മേജർ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ
നിഫ്റ്റി മീഡിയ ഇന്ന് 3% ഒരു ലാഭം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഫ്റ്റി ഓട്ടോയും കുഴപ്പമില്ല, എല്ലാ സെക്ടറുകളും ഓക്കെയാണ്. നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി റിയാലിറ്റി, നിഫ്റ്റി IT ഈ 3 സെക്ടറുകൾ ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF നോക്കുകയാണെങ്കിൽ ഗോൾഡ് ബീസ് ആണ് ഇന്ന് ഹയസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്, 0.49% ആണ്. ദെൻ ഗോൾഡ് ബീസ്, ബാങ്ക് ബീസ്, ഫാർമ ബീസ് ഇതെല്ലാം തന്നെ ഇന്ന് പ്രോഫിറ്റിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ നിഫ്റ്റി ബീസും IT ബീസും ഇന്ന് ലോസിലാണ് ക്ലോസ്. IT ബീസ് നല്ല രീതിയിൽ താഴോട്ട് പോയിട്ടുണ്ട്, 1.46% ലോസാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ആസ്റ്റർ DM ഇന്ന് 5.21% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഇൻഫോസിസ് ഇവിടെ 2.82% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആസ്റ്റർ DM, TVS മോട്ടോഴ്സ്, ജൂബിലന്റ് ഫുഡ്, BPCL, ഫെഡറൽ ബാങ്ക്, മാരുതി, അറ ഫാർമ, കോൾ ഇന്ത്യ, ഹിന്ദ് പെട്രോകെമിക്കൽസ്, പവർ ഗ്രിഡ്, IEX, ഗ്രാസിം ഇത്രയും സ്റ്റോക്കുകൾ ഇന്ന് നല്ല പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്തപ്പോൾ ഇൻഫി, ടെക് മഹീന്ദ്ര, അപ്പോളോ ഹോസ്പിറ്റൽ, TCS, HCL ടെക്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ചോല ഫിനാൻസ്, കുമിൻസ് ഇന്ത്യ, UPL, സിപ്ല, വിപ്രോ, ബജാജ് ഫിനാൻസ് ഇത്രയും കമ്പനികൾ നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഓൾ ടുഗദർ NSEയിൽ നോക്കുകയാണെങ്കിൽ 1234 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 856 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.06 ആണ് ഇന്നത്തെ പുട്ട് കോൾ റേഷ്യോ. എന്തായാലും ഗ്രാജുവലായിട്ട് കയറി വരുന്നുണ്ട്. ഇത് ബുള്ളിഷ് എന്ന ഒരു മോഡലിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. 19,794 ഇന്ന് നിഫ്റ്റിയുടെ ക്ലോസിംഗ് വന്നിരിക്കുന്നത്. അവിടെ നിന്ന് 48 പോയിന്റ് മുകളിലായിട്ട് ഇന്നത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് എന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് കേട്ടോ. അവിടെ നിന്ന് 48 പോയിന്റ് മുകളിലായിട്ട് 19,842 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചറിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 4 ദിവസത്തേക്കാളും മുകളിലാണ്. പക്ഷേ ഒരു സൈഡ് വൈസ് ആണ് എന്ന് പറയാം, ഹൈ കട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. ബാങ്ക് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ 0.94 ആണ്. ഇത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ബെയറിഷ് ബുള്ളിഷ് ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 44,599 ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് 139 പോയിന്റ് മുകളിലായിട്ട് 44,737 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സ്പയറി ആയിരുന്നു. അതുകൊണ്ട് ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. പകരം അടുത്ത ആഴ്ചത്തെയാണ് നോക്കുന്നത്. 19,800 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടെ കോളാണ് കൂടുതലും റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടെ നിന്ന് താഴോട്ട് ഇറങ്ങി പോകാനും സാധ്യതയുണ്ട്. എന്തായാലും നാളത്തെ ഓപ്പണിങ്ങിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. 3,22,00,000 3,41,00,000 കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. 10,40,00,000 കോളും 9,63,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. ഓൾ ടുഗദർ ഇപ്പോൾ PCR വരുന്നത് 0.9 ആണ്. 19,794 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ അതൊരു സപ്പോർട്ട് ലൈനിലാണ് നിൽക്കുന്നത്. 44,500 പുട്ടാണ് ഇവിടെ 30 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും 1,36,00,000 കോളും 1,12,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.8 ആണ് PCR വരുന്നത്. 44,599 മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്ന വാല്യൂ. നാളെ ഫ്രൈഡേ ഒക്ടോബർ 13 നാളെ റിസൾട്ട് വരാനുള്ള കമ്പനികൾ നോക്കുകയാണെങ്കിൽ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, സായ് സ്കിൽസ്, ടാറ്റ സ്റ്റീൽ, ലോങ് പ്രൊഡക്ട്സ്, സോം ഡിസ്റ്റിലറീസ് ആൻഡ് ബ്രീവറീസ് ആൻഡ് വൈനറീസ് ലിമിറ്റഡ്, ഡെൻ നെറ്റ്വർക്ക്സ്, ആർട്സൺ എഞ്ചിനീയറിംഗ് ലിമിറ്റഡ്, ആദിത്യ ബിർള മണി ലിമിറ്റഡ്, അമൽ ലിമിറ്റഡ്, കോറമണ്ടൽ എഞ്ചിനീയറിംഗ് കമ്പനി, S&T കോർപ്പറേഷൻ, ഗുജറാത്ത് ഹോട്ടൽസ്, വിവാന്ത ഇൻഡസ്ട്രീസ്, മിത്തൽ ലൈഫ് സ്റ്റൈൽ, സംഗീത കെമിക്കൽസ് ലിമിറ്റഡ്, ഗല ഗ്ലോബൽ പ്രൊഡക്ട്സ്, ഹാത്വേ ഭവാനി കേബിൾടെൽ ഡാറ്റാകോം ലിമിറ്റഡ്, പ്രീമിയർ ക്യാപിറ്റൽ സർവീസസ് ലിമിറ്റഡ് ഇത്രയും കമ്പനികളുടെ റിസൾട്ടാണ് നാളെ വരാനുള്ളത്. കോർപ്പറേറ്റ് ആക്ഷൻസ് അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് കാര്യമായിട്ടൊന്നും തന്നെ കണ്ടില്ല. അടുത്ത വ്യാഴാഴ്ച വരാനുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് ഇവിടെ 3 കമ്പനികളുടെ, അതായത് ബ്രാൻഡ് കോൺസെപ്റ്റ്സിൻ്റെ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് ഉണ്ട്. സെമാക് കൺസൾട്ടൻസിൻ്റെ 5 രൂപ പെർ ഷെയർ ഡിവിഡൻഡ് ഉണ്ട്. TCSൻ്റെ ഇൻ്ററിം ഡിവിഡൻഡ് 9 രൂപ പെർ ഷെയർ വരുന്നുണ്ട്. ഇത്രയാണ് തേഴ്സ്ഡേ ഒക്ടോബർ 19 വരാനുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ്. ദെൻ നാളെ വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ചൈന CPI, ചൈന PPI, ചൈന എക്സ്പോർട്സ്, ചൈന ഇമ്പോർട്ട്സ്, ചൈന ട്രേഡ് ബാലൻസ്, ജർമ്മൻ ബ്യൂറോ പ്രസിഡന്റ് നഗേൽ സ്പീക്സ്, ഇന്ത്യ WPI ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നുണ്ട്, UK BOE GOV ബെയ്ലി സ്പീക്സ്, EU ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻസ്, US എക്സ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ്, US ഇമ്പോർട്ട് പ്രൈസ് ഇൻഡെക്സ്, ECB പ്രസിഡന്റ് ലഗാർഡ് സ്പീക്സ്,
US ബേക്കർ ഹ്യൂഗ്സ്, ഓയിൽ റിഗ്, ഇത്രയും കമ്പനികൾ, ഇത്രയും ഈവൻസുകളാണ് നാളെ വരാനുള്ളത്. ഇന്ന് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട മേജർ ഈവൻ്റ് ഉണ്ടായിരുന്നു. നാളെയും എന്താ പറയുക ഒരു മേജർ ഈവൻ്റ് നമുക്ക് മാർക്കറ്റിൽ കാണാനുണ്ട്. എന്തായാലും ഈവൻറ്റ്സ് വരുമ്പം ഭയങ്കരമായിട്ട് വൊളാറ്റൈൽ ആവുന്ന ഒരു മാർക്കറ്റ് ഉണ്ടാവാറുണ്ട്. സോ അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇനി ഞങ്ങളുടെ പേപ്പർ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 5221 രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മൊത്തം 24 ട്രേഡുകളിൽ നിന്നാണ് ഇത്രയും നഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിലാണ് ഹയസ്റ്റ് ലോസ്, 3 സ്റ്റോപ്പ് ലോസാണ് കിട്ടിയിരിക്കുന്നത്, 6630 രൂപ. അതിനകത്ത് ലോസ് വന്നിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് ട്രേഡ് ഒന്നും തന്നെ കിട്ടിയില്ല. അതാണ്, ബാങ്ക് നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല, അതിൻ്റെ റേഞ്ച് ബ്രേക്ക് ഔട്ട് സംഭവിച്ചില്ല. ഫിൻ നിഫ്റ്റിയിൽ 76 രൂപ പ്രോഫിറ്റാണ്. ഒരു ട്രേഡ് എടുത്തു, അത് കോസ്റ്റ് എക്സിറ്റ് ആയി എന്നുള്ളതാണ് സത്യം. മിഡ് ക്യാപ്പിൽ 2 ട്രേഡുകൾ സ്റ്റോപ്പ് ലോസ് അടിച്ചു. സെൻസെക്സിൽ 1 ട്രേഡ് സ്റ്റോപ്പ് ലോസ് അടിച്ചു. സ്റ്റോക്ക് ഓപ്ഷൻസിന് മാത്രമാണ് അത്യാവശ്യം പ്രോഫിറ്റ് വന്നത്, 6700 രൂപയുടെ, അതായത് 1:3.23 എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോയിൽ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ മാസം നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് 4850 രൂപ ഇവിടെ പ്രോഫിറ്റ് കാണുന്നുണ്ടെങ്കിലും ബ്രോക്കറേജ് നോക്കുകയാണെങ്കിൽ 132 ട്രേഡിന് ഏകദേശം 7000 രൂപയുടെ മുകളിൽ ബ്രോക്കറേജ് പോകും. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് നഷ്ടമാണ്. നഷ്ടമുള്ള ഒരു ട്രേഡിനെ കുറിച്ച് ഒരുപാട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ ഫിൻ നിഫ്റ്റി ഈ മാസം ലാഭത്തിലാണ്, നല്ല പ്രോഫിറ്റാണ് തന്നിരിക്കുന്നത്. മിഡ് ക്യാപ്പും അതേപോലെ നല്ല പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഓപ്ഷൻസ് ആണ് ഹയസ്റ്റ് പ്രോഫിറ്റ് നമുക്ക് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, 16720 രൂപ. റിസ്ക് റിവാർഡ് റേഷ്യോ 1:1.66 വന്നിട്ടുണ്ട്. 38 ട്രേഡിൽ നിന്നും 16000 രൂപ പ്രോഫിറ്റ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയാണ്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ യെസ്റ്റർഡേ ഹൈയുടെയും ഇന്ന് ഞാൻ ട്രേഡ് ഒഴിവാക്കണം എന്ന് പറഞ്ഞിരുന്ന ആ സോണിൽ ഒന്ന് കറങ്ങിക്കളഞ്ഞിട്ട് 2 സ്റ്റോപ്പ് ലോസ്, അതായത് ഇവിടുന്ന് ഫസ്റ്റിൽ താഴോട്ട് ഇറങ്ങിയപ്പോൾ ഒന്ന് ട്രിഗറായി സ്റ്റോപ്പ് ലോസ് അടിച്ചു. രണ്ടാമത് 2 ട്രേഡുകൾ കോൾ സൈഡിലേക്കും ട്രിഗറായി സ്റ്റോപ്പ് ലോസ് അടിച്ചു. അതിൻ്റെ ഇടയിൽ ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആ റേഞ്ചിൽ തന്നെയാണ് നിഫ്റ്റി ഇന്ന് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ നമുക്ക് പറയാനില്ല. വളരെ നാരോ റേഞ്ചിലാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ കോമഡി, കാരണം 2 റാസ് ലെവൽസിൻ്റെ ഹൈ 2 ലെവലിൻ്റെ അടുക്ക് ബ്രേക്ക്ഔട്ട് ലൈനിൻ്റെയും R1-ൻ്റെയും ഇടയിൽ മാർക്കറ്റ് കിടന്ന് കളിച്ചു. അതുമാത്രമാണ് ഇന്നുണ്ടായിരുന്നത്. മറ്റൊരു മൂവ്മെൻറ്റ്, അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡുകൾ ഒന്നും തന്നെ ഇല്ലാതിരുന്നത്. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഫിൻ നിഫ്റ്റി ഇതേ അവസ്ഥ തന്നെയാണ്. പക്ഷേ ഫിൻ നിഫ്റ്റിയിൽ ഇടയ്ക്ക് ഒരു ചെറിയൊരു മൂവ്മെൻ്റ് ഒക്കെ കാണിച്ചു തന്നു, ട്രിഗർ ചെയ്തു, ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാൾസ് ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് അടുപ്പിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്ന് കണ്ടു. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സിലും നിഫ്റ്റിയുടെ അതേ രീതിയിലാണ് ആ ഒരു നോട്രേഡ് സോണിൽ തന്നെ കിടന്ന് കളിച്ചങ്ങ് സമയം തീർത്തു എന്ന് പറയാം. ശരിക്കും ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ദിവസമായിരുന്നു ഇന്ന്. ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ വന്നെത്തിയിരിക്കുന്ന 19835 എന്ന നമ്മുടെ ഈ മന്ത്ലി റാസ് ലെവൽ ഒരു ഹയസ്റ്റ് നല്ല റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ വൺസ് അത് ക്രോസ് ചെയ്യുന്ന മൊമെൻറ്റിൽ തന്നെ സെല്ലിംഗ് പ്രഷർ വന്നു, മാർക്കറ്റ് ഒരു പുൾ ബാക്ക് എടുത്തു എന്ന് പറയാം. ഇതിപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ഇവിടെ നാളത്തേക്ക് ചിലപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നിട്ട് ഇതിനെ ചാടി കടന്നേക്കാം, അല്ലെങ്കിൽ നാളെ മാർക്കറ്റ് ഒരു ഫർദർ താഴോട്ട് വന്നിട്ട് വീണ്ടും കയറിപ്പോകുന്നൊരു കാഴ്ചയായിരിക്കും നമ്മൾ കാണുക. സോ അതിനായിട്ട് കാത്തിരിക്കുക. നാളെ ഫ്രൈഡേ ആണ്. നോർമലി ഫ്രൈഡേസിൽ വലിയ ഒരു സംഭവങ്ങളൊന്നും ഉണ്ടാവാറില്ല, ജസ്റ്റ് ഒരു സാധാരണ ദിവസം പോലെ കടന്നു പോകും എന്നേ ഉള്ളൂ. ദെൻ ഇവിടെ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ക്ലിയർലി ഒരു ഡോജി വന്നിട്ട് അവസാനിച്ചിട്ടുണ്ട്. ചെറിയ പോയിന്റിൻ്റെ ഒരു ഡോജിയാണ്. സോ ബാങ്ക് നിഫ്റ്റി പക്ഷേ വന്ന് നിൽക്കുന്ന എവിടെയാണെന്നുണ്ടോ, നമ്മുടെ നോട്രേഡ് സോൺ, മന്ത്ലി നോട്രേഡ് സോണിൽ ബ്രേക്ക് ഡൗൺ ലൈനിൻ്റെ താഴെ നോട്രേഡ് സോണിലേക്ക് മാർക്കറ്റ് കയറി, പക്ഷേ റിജക്ഷൻ വന്നിട്ട് താഴോട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് എന്താണ് ഫർദർ പ്ലാനിങ്, താഴോട്ടാണോ മുകളിലോട്ടാണോ എന്നുള്ളത് തിങ്കളാഴ്ചയോടുകൂടി നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും. അതോടുകൂടി നമുക്ക് അതിനനുസരിച്ച് നമ്മുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ഫിൻ നിഫ്റ്റിയും അതേ അവസ്ഥയിലാണ് കണ്ടില്ലേ. ഇത് പക്ഷേ ബ്രേക്ക്ഔട്ട് ലൈനിനെ ചാടിക്കടന്ന് അല്ലെങ്കിൽ നോട്രേഡ് സോണിനെ ചാടിക്കടന്ന് മുകളിൽ പോയിട്ടുണ്ട്. ഇവിടെ പക്ഷേ എൻഗൾഫ് ചെയ്യുന്ന രീതിയിൽ 2 ഡോജിയാണ് വന്നിട്ടുള്ളത്. ഇന്നലെയും ഡോജിയാണ്, ഇന്ന് ഓൾമോസ്റ്റ് ഒരു ഡോജി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് നമുക്ക് ഏകദേശം തിങ്കളാഴ്ചയോടുകൂടി ധാരണ കിട്ടും. ഇത് വലിയൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പുള്ള ഒരു സംഭവമൊന്നുമല്ല. എന്നാലും മിഡ് ക്യാപ്പ് ഇപ്പോഴും അത് റേഞ്ച് ബൗണ്ട് ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലാഗ് ആൻഡ് പോൾ എന്നുള്ള ആ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും തീർന്നിട്ടില്ല, എപ്പോൾ തീരുമെന്ന് പറയാനും പറ്റില്ല. സോ എത്ര ദിവസം ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകും എന്നുള്ളത്
നോക്കാം. ഒരു ദിവസം ഒന്നുകിൽ ഈ ഒരു ഹൈ അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് കാത്തിരിക്കുക. ഈ വന്നിരിക്കുന്ന പോളിൻ്റെ അതേ ഹൈറ്റിലേക്ക് അത് മുകളിലോട്ട് കിട്ടണം. സ്വാഭാവികമായിട്ടും അത് മുകളിലോട്ടാണ് ബ്രേക്ക് ഔട്ട് വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ കിട്ടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഇവിടെ സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഇവിടെ എന്താ പറയുക, നോ ട്രേഡ് സോണിൽ നിന്നും റിജക്ഷൻ ആയിട്ടുണ്ട്. ഇവിടെ ക്ലിയർലി ഇത് മറ്റൊന്നും പറയാനില്ല, ബെയറിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത്, ബെയറിഷ് എൻഗൾഫിംഗ്. സോ നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ വരേണ്ടത് താഴെ ഇങ്ങനെ വരണം എന്നേ ഉള്ളൂ, മറ്റൊന്നും തന്നെ ഇതിനകത്തിൽ. ഇതായി ഇവിടെ ഒരു ക്യാൻഡിൽ താഴോട്ട് വരണം, അടുത്ത ക്യാൻഡിൽ ചിലപ്പം കയറിപ്പോയേക്കാം. കാരണം ഇതൊരു റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്ത് പുൾ ബാക്ക് വന്നിട്ട് അടുത്തതിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് പോയേക്കാം. ഓക്കെ, നാളെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ താഴെ സെൻസെക്സിൽ ഒരു മൂവ്മെൻറ്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നലത്തെ വീഡിയോയിൽ വന്ന കമൻസ് നോക്കുകയാണെങ്കിൽ, ഇന്നലത്തെ വീഡിയോ അതായത് ഒക്ടോബർ 11 വന്ന വീഡിയോയിൽ 1400 പേരാണ് ഈ വീഡിയോ കണ്ടത്. ഞാൻ ലാസ്റ്റ് ഡേ വീഡിയോയിൽ കട്ട വെയിറ്റിംഗ് പറഞ്ഞത് പോസിറ്റീവാണ്, ഇക്കയുടെ വീഡിയോസ് സൂപ്പറാണ്. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഒരു നല്ലൊരു കമൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്, ഒരു മോട്ടിവേറ്റിംഗ് കമൻറ്റ്. സൂപ്പർ അവതരണം, താങ്ക് യു വെരി മച്ച്. ആശംസകൾ, അവതരണം നല്ലതാണ് ബ്രോ, താങ്ക് യു വെരി മച്ച്. ഇവിടെ ഇതാണ് ട്രാവലർ മലയാളം. ഇത് ഞാൻ എപ്പോഴും കാണുന്നൊരു പേരാണ്, എന്തായാലും ഒരു ട്രാവൽ ബ്ലോഗർ ആണെന്ന് തോന്നുന്നു. People every day wants big moves, but in Nifty in Tuesday expiry done that. After that it is only Sunil Gavaskar test batting. സത്യം അത് തന്നെയാണ് അവസ്ഥ, മുട്ടി അങ്ങ് പോവുകയാണ്. എന്തായാലും നോക്കാം. അല്ല, ഓരോ എക്സ്പയറിയിലും നമുക്ക് ഇതേപോലെ മൂവ്മെൻറ്റ് കിട്ടിയാൽ മതി, അത് തന്നെ കവറപ്പ് ചെയ്ത് പോവും. ഞാൻ ലോഡ്സ് ഓഫ് വീഡിയോസ് വാച്ച് ചെയ്തു, ബട്ട് ഇക്കയുടെ വീഡിയോസ് ഡിഫർ ഫ്രം അതേഴ്സ്. പ്രസൻറ്റേഷൻ ബോറിംഗ് അല്ല. താങ്ക് യു വെരി മച്ച്, നല്ലൊരു കമൻറ്റാണ്, മോട്ടിവേറ്റിംഗ് ആണ്. CE ഹോൾഡിംഗ് ആണ്. AJ ഷോർട്സ്, താങ്ക് യു. CE ഹോൾഡിംഗ് ആണ് സർ. ബ്രദർ, ഓവർനൈറ്റ് ഹോൾഡിംഗ്, നെയ്ക്കഡായിട്ട് ഹോൾഡിംഗ് ചെയ്യുന്നത് 8ൻ്റെ പണി കിട്ടും, കാശ് മുഴുവനായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഞാൻ ആബിദ് മഡലൻ, ഞാൻ നാട്ടിലില്ല. നാട്ടിൽ വന്നതിന് ശേഷം താങ്കളുടെ ട്രേഡിംഗ് ഗ്രൂപ്പിൽ തീർച്ചയായും ചെയ്യും. 3 മാസമായി താങ്കളെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് ഇതേപോലെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട്, വളരെയധികം സന്തോഷം. അപ്പോൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിലും ചോദിക്കാം. ഇതിൻ്റെ കൂടെ ഫോൺ നമ്പർ ഫസ്റ്റ് വരുന്ന സ്ലൈഡിൽ തന്നെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓൾറൈറ്റ്. അപ്പോൾ കൂടുതൽ നാളെ സെൻസെക്സിൻ്റെ ട്രേഡ് ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് ഒന്നും പറയാതിരുന്നത്. കാരണം മാർക്കറ്റ് ഒരു പ്രത്യേക രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.